നമസ്കാരം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ഒടുവിൽ തന്ത്രിയും അറസ്റ്റിലായിരിക്കുന്നു. കേസിലെ മുഖ്യപ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അടുത്ത ബന്ധമെന്ന് മാത്രമല്ല, പോറ്റിയെ പോറ്റി വളർത്തി സന്നിധാനത്തെ സ്വാധീനമുള്ള വ്യക്തിയാക്കി മാറ്റിയത് തന്ത്രി കണ്ഠര രാജീവനാണെന്നാണ് പ്രത്യേക അന്വേഷണ സംഘം പറയുന്നത്. സന്നിധാനത്തെ കട്ടിളപ്പാളികളിൽ അറ്റകുറ്റപ്പണി ആവശ്യമുണ്ടെന്ന ആദ്യ കത്ത് മുതൽ സംശയിക്കാൻ കാര്യമുള്ള ഒക്കെ ഉണ്ട് എന്നാണ് SIT പറയുന്നത്. അതിലടക്കം ഒരു ഗൂഢാലോചന സംശയിക്കുന്നുണ്ട് SIT. എന്തായാലും ഈ സ്വർണ്ണക്കൊള്ള കേസിലെ പുതിയ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ പൊതുജനം മൂക്കത്ത് വേൽവിൽക്കുകയാണ്. നമുക്ക് ആരംഭിക്കാം. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. നമുക്ക് ആദ്യം ആ വാർത്തയിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ തന്ത്രി കണ്ഠര രാജീവർ അറസ്റ്റിലായിരിക്കുന്നു. തിരുവനന്തപുരത്തെ രഹസ്യ കേന്ദ്രത്തിൽ മണിക്കൂറുകളോളം ചോദ്യം ചെയ്ത ശേഷമാണ് തന്ത്രിയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. തന്ത്രിയെ അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഉമേഷ് ബാലകൃഷ്ണന്റെ ഏറ്റവും പുതിയ വിവരങ്ങളുമായി തത്സമയം ചേരുന്നു. ഉമേഷ്, ഇനിയിപ്പോൾ കോടതിയിൽ ഹാജരാക്കാൻ കൊണ്ടുപോവുകയാണ് തന്ത്രി കണ്ഠര രാജീവരെ. SIT കൃത്യമായ റിമാൻഡ് റിപ്പോർട്ട് ഇതിനോടകം തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട് എന്നത് നിർണായകമാണ്. കോടതി ആ കാര്യങ്ങൾ നിരീക്ഷിച്ചായിരിക്കും ഒരു തീരുമാനമെടുക്കുക. അത് ഈ കേസിൽ SITക്ക് വളരെ വളരെ നിർണായകമാണ്. വിവരങ്ങൾ തീർച്ചയായും രഞ്ജനെ, വളരെ നാടകീയമായി തന്നെയായിരുന്നു കണ്ഠര രാജീവരുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് കടന്ന് രാവിലെ മുതൽ SITയുടെ കസ്റ്റഡിയിൽ കണ്ഠര രാജീവരുണ്ട്. ഉച്ചയ്ക്ക് 3:30 ഔദ്യോഗികമായി ഈ അറസ്റ്റ് രേഖപ്പെടുത്തി. അതിന് തൊട്ട് മുൻപ് തന്നെ 24 ഈ വാർത്ത പുറത്തുവിടുകയും ചെയ്തിരുന്നു. അതിനുശേഷം, അതായത് രഹസ്യ കേന്ദ്രത്തിൽ ചോദ്യം ചെയ്യൽ ഉച്ചവരെ നീണ്ടു. അതിനുശേഷമാണ് SITയുടെ ക്യാമ്പ് ഓഫീസായ വിജിലൻസ് ഓഫീസിലേക്ക് ക്രൈംബ്രാഞ്ച് ഓഫീസിലേക്ക് എത്തിക്കുന്നത്. ക്രൈംബ്രാഞ്ച് ഓഫീസിൽ എത്തിച്ച് സാധാരണഗതിയിൽ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയാൽ മതിയെന്നായിരുന്നു ക്രൈംബ്രാഞ്ച് വൃത്തങ്ങൾ അറിയിച്ചിരുന്നത്. അതായത് 3:30 അറസ്റ്റ് ഉൾപ്പെടെ നടപടിക്രമങ്ങൾ, അതിനുശേഷം റിമാൻഡ് റിപ്പോർട്ട് പൂർത്തിയാക്കി, അതിനുശേഷം നേരെ ആശുപത്രിയിൽ എത്തിക്കുന്നു, വൈദ്യപരിശോധന പൂർത്തിയാക്കി നേരെ കോടതിയിലേക്ക് ഹാജരാകുന്നു. പക്ഷേ ഈ നടപടിക്രമങ്ങൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിനേക്കാൾ സമയമെടുത്തു. 3:30 ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുത്തിയെങ്കിലും ഏകദേശം 2 മണിക്കൂറോളം റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കാൻ എടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആ റിമാൻഡ് റിപ്പോർട്ട് കൃത്യമായി വിവരങ്ങൾ ഉൾപ്പെടെ ചേർത്തുകൊണ്ടായിരിക്കണം ഈ റിമാൻഡ് റിപ്പോർട്ട് തയ്യാറാക്കിയിരിക്കുന്നത്. എന്തായാലും അതിന്റെ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഔദ്യോഗികമായ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. സൂചനകൾ മാത്രമേ ഇപ്പോഴും നമ്മുടെ കൈവശമുള്ളൂ. ഇതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ കണ്ഠര രാജീവർക്കെതിരെ മൊഴിയുണ്ടായിരുന്നു, പ്രതികളുടെ മൊഴിയുണ്ടായിരുന്നു, ശബരിമലയിലെ ജീവനക്കാരുടെ മൊഴിയുണ്ടായിരുന്നു. ആ മൊഴികളെല്ലാം ഈ അറസ്റ്റിലേക്ക് നയിച്ച സാഹചര്യമാണ്. പക്ഷേ കഴിഞ്ഞ 4-5 ദിവസമായി ഇതുമായി ബന്ധപ്പെട്ട് കണ്ഠര രാജീവർക്കെതിരെയുള്ള തെളിവുകളുടെ ശേഖരണത്തിലായിരുന്നു SIT സംഘം. കൃത്യമായി ലഭിക്കാവുന്ന തെളിവുകൾ ഈ സമയത്തിനുള്ളിൽ ശേഖരിച്ചു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിൽ പ്രധാനമായി ഡിജിറ്റൽ തെളിവുകൾ അടക്കമുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. കൂടാതെ യാത്രാ വിവരങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പ്രത്യേകിച്ച് കണ്ഠര രാജീവരും ഒപ്പം പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിലുള്ള ഇടപാടുകളുടെ വിവരങ്ങളുണ്ട്, ഒപ്പം യാത്രകളുടെ വിവരങ്ങളുണ്ട്, ഒപ്പം ചെന്നൈയിലും ബാംഗ്ലൂരിലും നടത്തിയ ചില ഇടപാടുകളുടെ വിവരങ്ങളുണ്ട്. കൂടാതെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി ബന്ധപ്പെട്ട് നടത്തിയ ചില സ്പോൺസർഷിപ്പുകൾ, ആ സ്പോൺസർഷിപ്പുകളിൽ കണ്ഠര രാജീവരുമായുടെ ഇടപെടൽ അതിൽ ദുരൂഹമാണ് എന്നുള്ള കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. ആ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട ചില പണമിടപാടുകളിൽ ദുരൂഹതയുണ്ടെന്നും പറയുന്നുണ്ട്. എന്തായാലും നേരത്തെ തന്നെ മൊഴി ഉണ്ടായിട്ടും കൃത്യമായി ഇതുമായി ബന്ധപ്പെട്ട മറ്റ് തെളിവുകൾ, അനുബന്ധ തെളിവുകൾ ശേഖരിച്ച ശേഷമാണ് ഈ അറസ്റ്റ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രത്യേകിച്ച് കണ്ഠര രാജീവർ മറ്റ് അറസ്റ്റുകളെ പോലെയല്ല കണ്ഠര രാജീവരുടെ അറസ്റ്റ് എന്ന് പറയുന്നത്. ഒരു പക്ഷേ മറ്റ് അറസ്റ്റുകൾ അത് ഒന്ന് ഉദ്യോഗസ്ഥ തലത്തിലാകട്ടെ, ഒന്ന് മുൻ പ്രസിഡന്റുമാരും ഒപ്പം മുൻ മെമ്പർമാരും ഉള്ളവരും, ഒപ്പം ഈ ക്രൈമിൽ ഈ സ്വർണം കട്ട് അത് വിൽക്കുന്നതിന് ക്രൈമിൽ നേരിട്ട് പങ്കെടുത്ത ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവരാവട്ടെ, അവരെല്ലാം ഇതുമായി ബന്ധപ്പെട്ട് ഒരു പ്രതിയായി അല്ലെങ്കിൽ ജനങ്ങൾ കൃത്യമായി തിരിച്ചറിയാവുന്ന രീതിയിലുള്ള ആളുകളായിരുന്നു. പക്ഷേ കണ്ഠര രാജീവിലേക്ക് കാര്യങ്ങൾ എത്തുമ്പോൾ കണ്ഠര രാജീവർ വളരെ സെൻസിറ്റീവായ ഒരു വ്യക്തി കൂടിയാണ് എന്നുള്ള ഒരു വസ്തുത അവിടെ നിൽക്കുന്നുണ്ട്. കാരണം വിശ്വാസികൾ അവരെ സംബന്ധിച്ചിടത്തോളം ശബരിമലയിലെ തന്ത്രി എന്ന് പറയുന്നത് ദൈവതുല്യരായി കാണുന്നവരാണ്. ഒപ്പം തന്ത്രി എന്നുള്ള പദവി എന്ന് പറയുന്നത് ഒരു പക്ഷേ ശബരിമല അയ്യപ്പൻ്റെ പിതാവിൻ്റെ സ്ഥാനത്ത് കാണുന്നവരാണ്. ആ രീതിയിലുള്ള വളരെ ഉന്നതനായി ശബരിമല ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് അവരുടെ ഭക്തരുടെ മുന്നിൽ വളരെ ഉന്നത സ്ഥാനത്ത് നിൽക്കുന്ന വ്യക്തി കൂടിയാണ് തന്ത്രി. ആ തന്ത്രിയുടെ അറസ്റ്റ് കൃത്യമായി തെളിവുകളുടെ അടിസ്ഥാനത്തിൽ മാത്രമേ ചെയ്യാനും കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഈ ദിവസം ഒരുപക്ഷെ നേരത്തെ തന്നെ മൊഴികളും സാഹചര്യ തെളിവുകളും ഉണ്ടായിട്ടും അറസ്റ്റ് ഇതുപോലെ വൈകിപ്പോകാൻ കാരണമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസാന ചോദ്യം ഇപ്പോഴും നിൽക്കുന്നത്
പറയുന്നത് ഈ കണ്ഠരര് രാജീവരുടെ അറസ്റ്റോട് കൂടി നഷ്ടപ്പെട്ടു പോയ സ്വർണം, ആ സ്വർണം പൂർണ്ണമായി തിരികെ വീണ്ടെടുക്കാൻ കഴിയുമോ എന്നുള്ള ചോദ്യമാണ്. എന്തായാലും ഉമേഷ്, അതോടൊപ്പം തന്നെ ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട ഗൂഢാലോചനയിൽ കൃത്യമായ പങ്ക് തന്ത്രിക്കുണ്ട് എന്ന ഒരു വലിയ സംശയം SIT ഇതിനോടകമുണ്ട്. അതിനായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. 2008 കാലഘട്ടത്തിലാണ് ഈ സ്വർണം പൂശൽ ആദ്യം നടക്കുന്നത്. അങ്ങനെ സ്വർണം പൂശിയ കെട്ടിടപ്പാടികളിൽ പിന്നീട് എന്തിനാണ് ഒരു അറ്റകുറ്റപ്പണി വേണ്ടി വന്നത്, ആ അറ്റകുറ്റപ്പണി ആവശ്യമുണ്ട് എന്ന രീതിയിലുള്ള കത്ത് ആദ്യമായി 2019 അയക്കുന്നത് തന്ത്രിയാണ്. എങ്കിൽ ആ കത്തിലടക്കം ഒരു ഗൂഢാലോചനയുണ്ട് എന്ന സംശയം SIT ഉന്നയിക്കുന്നുണ്ട്. അത് പിന്നീട് പോറ്റിയിലേക്ക് വരുന്നു, പോറ്റി അതുമായി ബന്ധപ്പെട്ട് കട്ടിളപ്പാളികൾ സ്വീകരിക്കുന്നു, അത് പിന്നീട് പുറത്തേക്ക്. അതെല്ലാം പിന്നീട് നമ്മൾ കണ്ടതാണ്. ആ കഥകളൊക്കെ, ആ വിവരങ്ങളൊക്കെ ഇതിനോടകം SIT സ്വീകരിച്ചിട്ടുമുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ഗൂഢാലോചനയിലടക്കം പ്രധാനപ്പെട്ട പങ്കുവഹിക്കുന്നയാൾ അത് തന്ത്രിയാണ് എന്ന രീതിയിൽ അത്തരം വലിയ സംശയങ്ങളിലേക്ക് SIT ഇപ്പോൾ കടക്കുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാകും SITയുടെ ഒരു നീക്കം എന്ന് പറയുന്നത്. കാരണം ഗൂഢാലോചന അടക്കമുള്ളവ ഈ വിഷയത്തിൽ പ്രഥമ ദൃഷ്ടിയാൽ തെളിഞ്ഞതാണ്, അല്ലെങ്കിൽ പ്രഥമ ദൃഷ്ടിയാൽ ചുമത്താവുന്നതാണ്. പക്ഷേ അതിന് മുകളിലുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. എന്തായാലും റിമാൻഡ് റിപ്പോർട്ടിൽ അതുമായി ബന്ധപ്പെട്ട സൂചനകൾ ഉണ്ടാകുമെന്ന് കരുതുന്നുണ്ട്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതിൽ ഏറ്റവും സുപ്രധാനമായ കാര്യം, നേരത്തെ തന്നെ ഈ 2019 ഈ പാളികളുടെ സ്വർണം പൂശണം എന്നുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത്, ഇതുമായി ബന്ധപ്പെട്ട് എന്ത് രീതിയിലും ശബരിമല വസ്തുവകകൾ പൂർണ്ണമായി പുറത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ അതിന് തന്ത്രിയുടെ അനുവാദം വേണം. തന്ത്രി ആദ്യഘട്ടത്തിൽ മൊഴി നൽകിയത് അത് ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്രകാരം ഞാൻ ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാർ അടക്കം പറഞ്ഞത് തന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ചെയ്തു എന്നുള്ളതാണ്. എന്തായാലും ഈ മൊഴികൾ ഒരു ഭാഗത്ത് നിൽക്കുമ്പോഴും തന്ത്രിക്കെതിരെയുള്ള കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നിർണായക നീക്കം ഇന്ന് നടത്തിയിരിക്കുന്നത്. എന്തായാലും രാവിലെ മുതൽ ഉച്ച വരെയുള്ള കൃത്യമായ ചോദ്യം ചെയ്യൽ കണ്ഠരര് രാജീവരുടെ മൊഴി, കണ്ഠരര് രാജീവർക്ക് കൃത്യമായി മറുപടി നൽകാൻ കഴിയാത്ത സാഹചര്യം, ആ സാഹചര്യത്തിന്റെ അന്ത്യമാണ് ഇന്ന് ഉച്ചയോട് 3:30 ഔദ്യോഗികമായി അറസ്റ്റ് രേഖപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തിയത്, അറസ്റ്റ് രേഖപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിയത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട തുടരന്വേഷണം SIT നടത്തും. SITക്ക് മുന്നിലുള്ള നിരവധി ചോദ്യങ്ങളുണ്ട്. ഒപ്പം ഹൈക്കോടതിയുടെ പൂർണ്ണ നിരീക്ഷണമുണ്ട്. ഒപ്പം പ്രതിപക്ഷ നേതാവ് അടക്കം SITയിലെ ചില ഇടപെടലുകളിൽ സംശയം ഉന്നയിച്ച് രംഗത്തെത്തിയിട്ടുമുണ്ട്. ഈ സാഹചര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് കൃത്യമായ അന്വേഷണവുമായി SIT മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. SITക്ക് മുന്നിൽ ഹൈക്കോടതിയെ ബോധ്യപ്പെടുത്തിയാൽ മതി, ഹൈക്കോടതിയെ മാത്രം ബോധ്യപ്പെടുത്തിയാൽ മതി. ഹൈക്കോടതി പക്ഷേ ഇതുവരെയുള്ള എല്ലാ ഇടക്കാല റിപ്പോർട്ടുകളിലും പൂർണ്ണ തൃപ്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ അടുത്ത റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ ഇതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരം SIT സമർപ്പിക്കുമെന്നും കരുതുന്നു. ഉമേഷ്, അതോടൊപ്പം തന്നെ രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യം, പോറ്റിയെ വളർത്തിയത് ആരാണ് എന്ന ചോദ്യം ഈ കേസിന്റെ തുടക്കം തൊട്ട് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ചോദ്യം, അതിന് കൃത്യമായ ഉത്തരം ഒരുപക്ഷെ തന്ത്രിയിലൂടെ ലഭിക്കുമെന്ന് SIT കരുതുന്നുണ്ട്. കാരണം പോറ്റിയെ അവിടെ അവതരിപ്പിക്കുന്നത്, സന്നിധാനത്തേക്ക് എത്തിക്കുന്നത്, അവിടെ വലിയ ആളാക്കി മാറ്റുന്നത്, സ്വാധീന ശക്തിയുള്ള ആളാക്കി മാറ്റുന്നതെല്ലാം തന്ത്രിയാണ് എന്ന രീതിയിൽ കൃത്യമായ തെളിവുകൾ SITക്ക് ലഭിച്ചു എന്നാണ് നമുക്ക് SIT വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഒരുപക്ഷെ ആദ്യഘട്ടത്തിൽ പോറ്റി അവിടെ ഒരു സ്പോൺസറായി വരുന്നു, ആ സ്പോൺസറിനെ പിന്നീട് അവിടെ നിന്ന് വിലക്കുന്ന വിവരം നമുക്ക് പിന്നീട് വരുന്നു. പക്ഷെ പിന്നീട് രണ്ടാം വരവിൽ പോറ്റി കൂടുതൽ ശക്തനായിട്ടാണ് സന്നിധാനത്തേക്ക് എത്തുന്നത്. അതിനെല്ലാം പിന്നിൽ തന്ത്രിയുടെ കരങ്ങൾ ഉണ്ടായിരുന്നു എന്ന ഒരു സംശയം അധികഘട്ടത്തിൽ ബലപ്പെടുന്നു. അതിന് കൃത്യമായി അത് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകൾ SITക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. തീർച്ചയായും 2004 മുതൽ ഈ ശബരിമലയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി നിൽക്കുന്നുണ്ട്. 2004 എത്തുമ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും തമ്മിൽ അത്രത്തോളം വലിയ ബന്ധമാണോ എന്ന് സംശയമുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം രണ്ടാമത്തെ വരവിൽ അതിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയും കണ്ഠരര് രാജീവരും തമ്മിൽ വലിയ ആത്മബന്ധമുണ്ടായിരുന്നു. കാരണം ഉണ്ണികൃഷ്ണൻ പോറ്റി പൂജാരിയായിരുന്ന ബാംഗ്ലൂരിലെ ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ തന്ത്രി കൂടിയായിരുന്നു കണ്ഠരര് രാജീവർ. അത്രത്തോളം ബന്ധമുണ്ടായിരുന്നു കണ്ഠരര് രാജീവരും ഉണ്ണികൃഷ്ണൻ പോറ്റിയും തമ്മിൽ. രണ്ടാമത്തെ വരവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് പൂർണ്ണ സ്വാതന്ത്ര്യം ലഭിച്ചിരുന്നു ശബരിമലയിലെ വഴിപാടുകൾ, ശബരിമലയിലെ സ്പോൺസർഷിപ്പുകൾ, അതും കേരളത്തിന് പുറത്തുള്ള സ്പോൺസർഷിപ്പുകൾ, ശബരിമലയുമായി ബന്ധപ്പെട്ട് ഈ കണ്ഠരര് രാജീവരുടെ മറ്റ് പൂജകൾ, അതായത് ശബരിമലയിൽ എത്തുന്ന കേരളത്തിന് പുറത്തുള്ള മറ്റുള്ളവരുടെ പൂജകൾ ചെയ്യാൻ കണ്ഠരര് രാജീവരെ കൊണ്ടുപോകുന്നത്, അതിനൊരു ദൂതനായി, ഒരു ഇടനിലക്കാരനായി എല്ലാം ഉണ്ണികൃഷ്ണൻ പോറ്റി മാറിക്കഴിഞ്ഞിരുന്നു. ആ രണ്ടാമത്തെ വരവിൽ ഒരു സാമ്പത്തിക ഇടപാടിന്റെ ഒരു സ്രോതസ് ആയി ഉണ്ണികൃഷ്ണൻ പോറ്റി വളർന്നു കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മറ്റ് ഇടപെടലുകൾ കൃത്യമായ ഒരു സംശയം SITക്ക് തോന്നിയത്. എന്തായാലും ആ ഇടപെടൽ കൃത്യമായി തെളിയിക്കുന്ന തെളിവുകൾ ഇപ്പോൾ ലഭിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ SIT സംഘം തന്ത്രി കണ്ഠരര് രാജീവരെ കോടതിയിലേക്ക് ഹാജരാക്കാൻ വേണ്ടി കൊണ്ടുപോവുകയാണ്. നിർണായകമായ നീക്കത്തിലേക്ക് SIT കടക്കുന്നു. ഇനി കോടതി എന്ത് പറയുന്നു എന്നുള്ളതാണ് ഏറ്റവും സുപ്രധാനമായ കാര്യം. ഇനി നമുക്ക് മറ്റു റിപ്പോർട്ടുകൾ കൂടി നോക്കാം. നിങ്ങൾ എന്നെ ജീവിക്കാൻ സമ്മതിക്കില്ല അല്ലേ എന്ന് ചോദിക്കുകയാണ് ഇടുക്കിയിലെ ഒരു ഓട്ടോ ഡ്രൈവർ.
ഒന്നും രണ്ടുമല്ല 3 തവണയാണ് ഇദ്ദേഹത്തിന്റെ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചത്. നീതി തേടി മുഖ്യമന്ത്രിയെ വരെ സമീപിച്ചിട്ടും പ്രതിയെ പിടികൂടാൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഉള്ളതെല്ലാം വിറ്റുപെറുക്കി വാങ്ങിയ ഓട്ടോറിക്ഷ കത്തി നശിച്ചതോടെ ജീവിക്കാൻ ഇനി എന്തു ചെയ്യണമെന്ന് ചോദിക്കുകയാണ് ഇടുക്കി രാജാക്കാട് കൊച്ചുമുല്ലക്കാനം സ്വദേശി രാജേഷ്. കുടമറച്ചെത്തിയയാൾ തീയിട്ടു മടങ്ങി. ഒന്നല്ല 3 തവണ. രാജേഷിന്റെയും കുടുംബത്തിന്റെയും ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷയാണ് തീയിട്ട് ചാമ്പലാക്കിയത്. 3 തവണയും പോലീസിൽ പരാതിപ്പെട്ടെങ്കിലും ഇതുവരെ പ്രതിയെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. കടം വാങ്ങിയും ഫിനാൻസ് ഇട്ടും കുടുംബം പുലർത്താൻ വേണ്ടിയാണ് രാജേഷ് ഓട്ടോറിക്ഷ വാങ്ങിയത്. കഴിഞ്ഞ 2 വർഷത്തിനിടെ 3 തവണ ഓട്ടോറിക്ഷ സാമൂഹ്യ വിരുദ്ധർ തീയിട്ട് നശിപ്പിച്ചു. വീട്ടിലേക്ക് വഴിയില്ലാത്തതിനാൽ സമീപവാസിയുടെ മുറ്റത്താണ് ഓട്ടോറിക്ഷ രാത്രി നിർത്തിയിടുക. ഇവിടെ വെച്ചാണ് 3 തവണയും തീയിട്ടത്. 2ാം തവണ ഓട്ടോറിക്ഷ പൂർണ്ണമായും കത്തി നശിച്ചതോടെ കടം വാങ്ങിയും ഭാര്യ ഷീജയുടെ സ്വർണ്ണാഭരണങ്ങൾ പണയപ്പെടുത്തിയും 3 ലക്ഷം രൂപ മുടക്കി മറ്റൊരു ഓട്ടോറിക്ഷ വാങ്ങി. കഴിഞ്ഞ 17-ന് ഈ ഓട്ടോറിക്ഷയും തീവെച്ച് നശിപ്പിച്ചു. എൻ്റെ വാഹനം 3 തവണയായി കത്തിപ്പോയിട്ടുണ്ട്. ആരോ തീ വെച്ച് മനഃപൂർവ്വം നശിപ്പിച്ചതാണ്. 3 തവണയും രാജാക്കാട് പോലീസ് സ്റ്റേഷനിൽ കേസും കൊടുത്ത് അവർ അന്വേഷണം നടത്തുന്നതാണ്. അന്വേഷണം നിലവിൽ ഇതുവരെയും എങ്ങും എത്തിയിട്ടില്ല. അവസാനം കഴിഞ്ഞ 17-ാം തീയതി ഡിസംബർ 17-ന് രാത്രി 1:30 എൻ്റെ വാഹനം തീയിട്ട് നശിപ്പിക്കുകയും അത് CCTV-യിൽ പതിയുകയും ചെയ്തിട്ടുള്ളതാണ്. ആ CCTV ഫുട്ടേജ് വരെയും സ്റ്റേഷനിൽ ഹാജരാക്കിയിട്ടും ആ തെളിവുകളൊന്നും മതിയായ തെളിവുകളല്ല എന്നും പറഞ്ഞ് അന്വേഷണം എങ്ങും എത്തുന്നില്ലാത്ത അവസ്ഥയിലാണ് അവർ നിൽക്കുന്നത്. ഓട്ടോറിക്ഷയ്ക്ക് തീയിട്ടെന്നും തന്റെ ജീവന് ഭീഷണിയുണ്ടെന്നും ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ഒക്ടോബറിൽ രാജേഷ് മുഖ്യമന്ത്രിക്കും ജില്ലാ പോലീസ് മേധാവിക്കും പരാതി നൽകിയിരുന്നു. SP-ക്ക് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ രാജേഷിനെ മൂന്നാർ DYSP ഓഫീസിൽ വിളിച്ചു വരുത്തി മൊഴി രേഖപ്പെടുത്തി. എന്നാൽ പിന്നീട് നടപടികളൊന്നും ഉണ്ടായില്ലെന്ന് രാജേഷ് പറയുന്നു. അതിനുശേഷമാണ് 3ാമതും ഓട്ടോറിക്ഷ തീ വെച്ച് നശിപ്പിച്ചത്. കേരള മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട ഇടുക്കി ജില്ലാ പോലീസ് മേധാവിക്കും ഞാൻ പരാതി അയച്ചിട്ടുള്ളതാണ്. അതിൻ്റെ അന്വേഷണവും നടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഈ രാജാക്കാട് സ്റ്റേഷനിൽ നിന്ന് അത് നന്നായി അന്വേഷണം നടക്കുന്നുള്ള റിപ്പോർട്ടാണ് കൊടുത്തിരിക്കുന്നതെന്നാണ് അവിടെ നിന്ന് അറിയാൻ സാധിച്ചിരിക്കുന്നത്. പക്ഷേ എങ്കിൽ പോലും ഇത്ര നാളായിട്ടും പ്രതിയെ കണ്ടെത്താൻ അവർക്ക് സാധിച്ചിട്ടില്ല. സാധാരണക്കാരനാണ് രാജേഷ്. ഉപജീവന മാർഗം ഈ ഓട്ടോറിക്ഷയാണ്. 3 തവണയാണത് തീ വെച്ച് നശിപ്പിച്ചത്. 3 തവണയും പോലീസിൽ പരാതിപ്പെട്ടിട്ടും നടപടിയെടുക്കാത്തപ്പോൾ ചെറിയൊരു ചോദ്യം ഉയരുന്നുണ്ട്. സാധാരണക്കാരനായതുകൊണ്ടാണോ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടും പ്രതിയെ പിടികൂടാൻ പോലീസിനൊരു കാലതാമസമെന്നത്? രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. ഞങ്ങളിങ്ങനെ കഴുതകളാക്കില്ലേ എന്ന് ജനങ്ങൾ പറഞ്ഞു പോകുന്ന ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കള്ളൻ കപ്പലിൽ തന്നെ എന്ന് പറയുന്നത് പോലെയാണ് എറണാകുളം ജില്ലയിലെ ചില പോലീസുകാരുടെ കാര്യം. കൈക്കൂലി കേസിൽ ഉൾപ്പെടെ വ്യത്യസ്ത കേസുകളിൽപ്പെട്ട 6 പോലീസുകാരെയാണ് 3 ദിവസത്തിനിടെ സസ്പെൻഡ് ചെയ്തത്. ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകേണ്ട പോലീസുകാർ തന്നെ നിയമവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ ജനങ്ങൾ ആരെയാണ് വിശ്വസിക്കേണ്ടത്? റിപ്പോർട്ടാണ്. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേന എന്ന നേട്ടം എത്രയോ തവണ നേടിയ ടീമാണ് കേരള പോലീസ്. കേരള പോലീസ് ഒന്ന് നെഞ്ചുവിരിച്ചു നിന്നാൽ ഒരു കുറ്റവാളി പോലും രക്ഷപ്പെടില്ല എന്ന് പറയുന്നത് കേവലം സിനിമാ ഡയലോഗ് മാത്രമല്ല. പക്ഷേ കഴിഞ്ഞ കുറച്ച് നാളുകളായി ചില ഉദ്യോഗസ്ഥരുടെ കൊള്ളരുതായ്മ കൊണ്ട് കേരള പോലീസ് വിവാദങ്ങളിൽ ആടിയുലയുകയാണ്. വെറും 2 ദിവസം കൊണ്ട് എറണാകുളം ജില്ലയിൽ നടപടി നേരിട്ടത് 6 പോലീസുകാർ. ടെസ്റ്റ് നമ്പർ 1 പള്ളുരുത്തി പോലീസ് സ്റ്റേഷനിലെ CPO വിജീഷ്. കേസ് സ്ത്രീത്വത്തെ അപമാനിക്കൽ. പാസ്പോർട്ട് വെരിഫിക്കേഷനു വേണ്ടി വിളിച്ചു വരുത്തിയ യുവതിയെ കടന്നുപിടിച്ചതിനാണ് പള്ളുരുത്തി സ്റ്റേഷനിലെ CPO വിജീഷിനെ കൊച്ചി DCP സസ്പെൻഡ് ചെയ്തത്. ടെസ്റ്റ് നമ്പർ 2 കാലടി സ്റ്റേഷനിലെ സുബീർ. സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയടക്കം ലഹരിക്കെതിരെ കനത്ത പോരാട്ടം നടത്തണമെന്ന് ആവർത്തിക്കുമ്പോൾ സുബീർ ലഹരി മാഫിയയുടെ സംരക്ഷകനായി മാറി. പെരുമ്പാവൂരിലെ 66 ഗ്രാം ഹെറോയിൻ കേസിൽ പ്രതിയെ സഹായിച്ചതിനാണ് സസ്പെൻഡ് ചെയ്തത്. ഇനിയാണ് കഴിഞ്ഞ ദിവസം കേരളം ഞെട്ടിയ പോലീസിന്റെ ഗ്രൂപ്പ് പെർഫോമൻസ്. കാഴ്ചവെച്ചത് കുറുപ്പുംപടി പോലീസ് സ്റ്റേഷനിലെ 4 ഉദ്യോഗസ്ഥർ. ഗുജറാത്തിൽ രജിസ്റ്റർ ചെയ്ത ഓൺലൈൻ തട്ടിപ്പ് കേസ് ഒതുക്കി തീർക്കാമെന്ന് പറഞ്ഞ പെരുമ്പാവൂർ സ്വദേശികളായ 2 പേരിൽ നിന്ന് വാങ്ങിയത് 6,60,000 രൂപ. വിജിലൻസ് പരിശോധനയ്ക്ക് പിന്നാലെ ഗ്രേഡ് SI അബ്ദുൾ റൌഫ്, CPOമാരായ സക്കീർ, ഷഫീഖ്, സഞ്ജു എന്നിവരെ റൂറൽ SP സസ്പെൻഡ് ചെയ്തു. ഇപ്പോൾ പോലീസ് തന്നെ നമ്മൾ ജനങ്ങൾക്ക് എന്തിനും പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മൾ പോലീസിന്റെ അടുത്തല്ലേ ആദ്യം ചെല്ലുന്നത്. പോലീസ് തന്നെ പ്രശ്നക്കാരായിക്കൊണ്ടിരിക്കുന്നതാണ് ഇപ്പോൾ. അപ്പോൾ നമ്മൾ ജനങ്ങളെല്ലാവരും ഭയഭീതിയിലാണ്. എന്ന് വെച്ചാൽ പോലീസുകാരെ നിയമം
ഈ സിസ്റ്റം ഇവിടെ നടക്കുന്നില്ല. പോലീസ് എന്താ കള്ളന്മാരായി മാറിയിരിക്കുകയാണ്, ജനങ്ങൾക്ക് ഉപദ്രവമാണ്. അപ്പൊ അത് സർക്കാർ അത് നന്നായി ഇടപെടണം. എന്ത് കേസ് വന്നാലും അത് പൈസ മുടക്കി ഒതുക്കി തീർക്കാനുള്ള പരിപാടിയാണ് പോലീസുകാർ പണ്ടേ തൊട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് ഇപ്പോഴത്തന്നെ ആവർത്തിക്കുന്നത്. ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട പോലീസിനും അധികാരികളുടെ അവകാശമാണ്, ഇല്ലേ? ജനങ്ങളുടെ അവകാശമാണ്. അത് അവർ കറക്റ്റായിട്ട് ചെയ്യാത്തതുകൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുന്നത്. ഏത് മേഖല എടുത്തു നോക്കിയാലും ഈ ചില പുഴുക്കുത്തുകൾ എല്ലായിടത്തും കാണാം. ആ പുഴുക്കുത്തുകളെ ചൂണ്ടിക്കാണിച്ച് അത് പർവ്വതീകരിച്ച് സംസ്ഥാനത്തെ ഒട്ടാകെയുള്ള പോലീസ് സംവിധാനത്തെ ആകെ മോശപ്പെടുത്തി, ഈ പോലീസ് സംവിധാനം ആകെ മോശമാണെന്ന് വരുത്തി തീർത്ത് അത് വലിയ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു പോലീസുകാരൻ ചെയ്യുന്നത് പർവ്വതീകരിക്കുന്നത് അത് പോലീസ് സംവിധാനത്തിനോട് ചെയ്യുന്ന ശരിയായ രീതിയല്ല, അത് ജനങ്ങളോട് ചെയ്യുന്ന ശരിയായ രീതിയല്ല. ഇവിടെ ക്രമസമാധാന പരിപാലനം ഉറപ്പാക്കുന്ന ഒരു സംവിധാനമാണ് പോലീസ്. ഗർഭിണിയെ മുഖത്തടിച്ചതും MDMA അളവ് കുറച്ച് കോടതിയിൽ കാണിച്ചതും മണൽ മാഫിയക്ക് കുടപിടിക്കുന്നതും കൊച്ചിയിൽ നിന്നുള്ള മറ്റ് ഇല്ലീഗൽ പോലീസ് കഥകൾ. ഓപ്പറേഷൻ ക്ലീൻ പോലുള്ള പദ്ധതികൾ ആദ്യം സേനക്കുള്ളിൽ നടപ്പാക്കണമെന്നാണ് പൊതു അഭിപ്രായം. പോലീസ് ഉദ്യോഗസ്ഥരുടെ അമിത ജോലിഭാരം, മേലുദ്യോഗസ്ഥരുടെ സമ്മർദ്ദം, ഇതെല്ലാം സമ്മതിക്കുന്നു. ചില പോലീസ് ഉദ്യോഗസ്ഥർ ചെയ്യുന്ന തെറ്റുകൊണ്ട് സേനയൊന്നാകെ മോശമാണെന്ന അഭിപ്രായവുമില്ല. പക്ഷേ തിരുത്താനുള്ളത് തിരുത്തി തന്നെ പോണം. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ്, 24. പൊതുജനം കഴുതയല്ല സാർ. എന്നാൽ റിപ്പോർട്ട് കാണുമ്പോൾ നമ്മുടെ പ്രേക്ഷകർ നമ്മൾ കമന്റ് ബോക്സിൽ പല പ്രതികരണങ്ങളും നടത്തുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഈ കൊള്ളക്കേസ്, സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട പ്രതികരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അതിൽ നമ്മളിപ്പോൾ കാണിച്ച 2 റിപ്പോർട്ടുകളുമായി ബന്ധപ്പെട്ടാണ്. അതായത് സീന മുഹമ്മദ് ചോദിക്കുന്നു, ഇങ്ങനെയുള്ള പോലീസുകാരുടെ അടുത്ത് എങ്ങനെ ഒരു പരാതി പറയാൻ പോകും എന്നൊരു ആശങ്കയൊക്കെയുമാണ് പല പ്രേക്ഷകരും സീനയെ പോലെ പങ്കുവെക്കുന്നത്. പോലീസുകാരിലും മറ്റ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരിലും നല്ലവരും പുഴുക്കുത്തുകളുമുണ്ട്, നന്മ ചെയ്യുന്നവരുമുണ്ട് എന്നാണ് മോഹനൻ പിലാത്രയിൽ നിന്നും നൽകുന്ന മറ്റൊരു കമന്റ്. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ കമന്റ് ചെയ്യുന്നുണ്ട്. നമുക്കൊരു റിപ്പോർട്ടിലൂടെ പോകാം. കോട്ടയം നഗരസഭയിലെ 28ാം വാർഡിൽ ശുദ്ധജലം എത്താത്തത് ജനജീവിതം ദുസ്സഹമാക്കുന്നു. പള്ളം, പാക്കീൽ, മാവിളങ്ക് ഭാഗങ്ങളിലാണ് ജല അതോറിറ്റിയുടെ ശുദ്ധജലം എത്താത്തത്. 3 മാസമായി വെള്ളം എത്താതെ ആയതോടെ നാട്ടുകാർ വലിയ ആശങ്കയിലാണ് അവിടെ. കഴിഞ്ഞ സെപ്റ്റംബർ മാസത്തിലാണ് പൈപ്പിലൂടെ ശുദ്ധജലം എത്തിയത്. പിന്നീട് ഇന്നുവരെ വെള്ളം ലഭിച്ചിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത്. ദൈനംദിന ആവശ്യങ്ങൾക്കായി ഇപ്പോൾ മറ്റു വഴികൾ തേടേണ്ട അവസ്ഥയിലാണ്. പ്രദേശത്തെ കിണറുകളിലെ ജലനിരപ്പ് വേനലെത്തുന്നതിന് മുൻപ് താഴ്ന്നു തുടങ്ങിയതും ആശങ്കയുണ്ടാക്കുന്നു. ഈ ഏരിയയിലെങ്ങും ഒരു വാട്ടർ അതോറിറ്റിയുടെ ടാങ്കില്ല, ഉയർന്ന ടാങ്കില്ല. നാട്ടകത്തിൽ നിന്ന് വേണം വരാൻ. അതായത് നാട്ടകത്തിൽ നിന്ന് ഒരു 10-15 വാർഡോളം ആ ഒരു ടാങ്കിൽ നിന്ന് വേണം വരാൻ. അതാണ് മെയിൻ പ്രശ്നം. അത് ഈ ചിങ്ങവന ഭാഗമായിട്ട് എവിടെയെങ്കിലും ഒരു ടാങ്കോ ഈ പന്നിമറ്റോ ഈ ബാക്കിലായിട്ടോ എവിടെയെങ്കിലും ടാങ്ക് വെക്കുവാണെങ്കിൽ ഒരു പരിഹാരം ഉണ്ടാകും. മുടങ്ങിക്കിടക്കുന്ന നാട്ടകം ശുദ്ധജല വിതരണ പദ്ധതി പൂർത്തിയായെങ്കിൽ മാത്രമേ ഇവിടുത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകുകയുള്ളൂ. ഇതിനായി പൂത്തുമൂട് പമ്പ് ഹൗസിൽ നിന്നും നാട്ടകത്തെ ഓവർഹെഡ് ടാങ്കിലേക്ക് ജലമെത്തിക്കുന്നതിനുള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന ജോലികൾ എത്രയും വേഗം പൂർത്തിയാക്കേണ്ടതുണ്ട്. തുടർച്ചയായിട്ട് കിട്ടാതെ വരാൻ തുടങ്ങിയിട്ട് 3.5 വർഷമായി. ഈ 3.5 വർഷമായിട്ട് നമ്മൾ കൃത്യമായിട്ട് മുടക്കമില്ലാതെ പൈസ അടയ്ക്കുന്നുണ്ട്. ഈ വെള്ളം വരാൻ വന്നപ്പോഴത്തേന് പലതവണ വാട്ടർ അതോറിറ്റി കയറി ചെന്നു. അവിടെ ചോദിക്കുമ്പോഴത്തേക്കിന് അവർ നമ്മളോട് പറയുന്നത് ഒന്നെങ്കിൽ നിങ്ങളുടെ കണക്ഷൻ കട്ട് ചെയ്ത് തരാം, അല്ലെങ്കിൽ പൈസ അടയ്ക്കാതിരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്തു തരാം. എന്നാലും അവർ വെള്ളം തരാമെന്ന് ഒരിക്കലും പറയുന്നില്ല. പള്ളിവാതുക്കൽ പാക്കിൽ മാവിളങ്ങ് റോഡിൽ 28ാം കവലയിൽ ജലസംഭരണി സ്ഥാപിച്ചെങ്കിലും ജലസ്രോതസ് കണ്ടെത്താൻ സാധിച്ചില്ല. ജലത്തിനായി 2 കുഴൽക്കിണർ കുഴിച്ചെങ്കിലും ജലം ലഭിക്കാതെയും വന്നു. ഇതും കൂടുതൽ പ്രതിസന്ധിയുണ്ടാക്കി. ശുദ്ധജലം ഇപ്പോൾ പണം നൽകി വാങ്ങേണ്ട അവസ്ഥയാണ് ഇവിടെയുള്ള മിക്ക കുടുംബങ്ങൾക്കും. അമിതവില ശുദ്ധജല വിതരണക്കാർ ഈടാക്കുന്നതും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. നഗരസഭയിലെ ഉയർന്ന പ്രദേശങ്ങളിൽ ഒന്നാണ് 28ാം വാർഡ്. എന്തായാലും ഇവിടേക്ക് വെള്ളമെത്തിക്കാൻ മറ്റു മാർഗങ്ങൾ കൂടി തേടണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. കോട്ടയത്ത് നിന്ന് അരുൺ നിണ്ടൂറിനൊപ്പം ടോബി ജോൺസൺ, 24. പൊതുജനം കഴുതയല്ല സാർ. ഇനി മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. മലപ്പുറം ചാളിയാറിലെ പെരുമ്പാടം ആദിവാസി നഗറിൽ ജനങ്ങളുടേത് വീർപ്പ് മുട്ടിയുള്ള ജീവിതമാണ്. 2.25 ഏക്കറിൽ ജീവിക്കുന്നത് 100-ലധികം കുടുംബങ്ങളാണ്. 70ഓളം വീടുകളിലായാണ് ഈ 100-ലധികം കുടുംബങ്ങൾ അവിടെ താമസിക്കുന്നത്. തിരഞ്ഞെടുപ്പ് ബഹിഷ്കരണം വരെ എത്തിയ നീറുന്ന പ്രശ്നങ്ങളാണ് പെരുമ്പാടത്തെ ജനങ്ങളുടേത്. ഭൂമി അവകാശങ്ങൾക്ക് വേണ്ടിയുള്ള പോരാട്ടവും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തതയുമാണ് ഈ നാടിനെ പ്രശസ്തമാക്കിയത്.
കുട്ടികൾ ഉൾപ്പെടെ 300ഓളം ആളുകൾ ഇവിടെയുണ്ട്. ഒരു വീട്ടിൽ ഒന്നിലധികം കുടുംബങ്ങൾ വരെ താമസിക്കുന്നു. വീടുകൾക്ക് പുറമെ അങ്കനവാടി, ജലസംഭരണി, പശുത്തൊഴുത്തുകൾ എല്ലാം ഈ ചെറിയ സ്ഥലത്താണ്. ITDP ഒരുപാട് കാലങ്ങൾ പോയി ഞങ്ങൾ താമസിച്ചു. 8 മാസം 9 മാസത്തോളം ഞങ്ങൾ നിന്ന് പിന്നെ അവിടെ സമരം ചെയ്തിട്ട് പോലും MLA പോലും അവിടേക്ക് തിരിഞ്ഞു നോക്കാൻ വന്നിട്ടില്ല. ആ കാരണം കൊണ്ടാണ് ഞങ്ങൾ ഈ പ്രാവശ്യം ഇങ്ങനെ ഒരു തീരുമാനം എടുത്തത്. അതുപോലെ ഇപ്പോൾ അംഗനവാടി ഇപ്പോൾ ഈ 2 ഏക്കർ ഭൂമിയിലാണ് കിടക്കുന്നത്. അതുപോലെ ഒരുപാട് കുടുംബങ്ങൾ ഇവിടെ താമസിക്കുന്നുണ്ട്. ഞങ്ങൾ കോളനിയിൽ വരെ ചർച്ചകൾ വരെ നടത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഭൂമി തരാം എന്നാണ് പറഞ്ഞത്. കേളു എന്ന് പറഞ്ഞ മന്ത്രി ഇവിടെ വന്ന് നിങ്ങൾക്ക് ഭൂമി തരാം, അടുത്ത് നമുക്ക് അതിൻ്റെ തീരുമാനങ്ങളൊക്കെ ഉണ്ടാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത് അയാൾ. പക്ഷേ അതൊക്കെ വെറും വാക്കിൽ മാത്രമാണ് ഒതുങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ 14 വർഷമായി പ്രശ്നപരിഹാരത്തിനായി ഇരു സർക്കാരുകളെയും സമീപിച്ചു. പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു, ഏറനാട് MLA PK ബഷീർ എന്നിവർ പ്രശ്നപരിഹാരം ഉറപ്പു നൽകിയെങ്കിലും നടന്നില്ല. എല്ലാം ശരിയാക്കാമെന്ന മറുപടി മാത്രമാണ് ലഭിച്ചതെന്ന് ജനങ്ങൾ പറയുന്നു. പരിഹാര മാർഗങ്ങൾ വൈകിയതോടെ വോട്ട് ബഹിഷ്കരിക്കുക വരെ ചെയ്തു. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നഗറിലെ 130 വോട്ടുകൾ ചെയ്തില്ല. തങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാകും വരെ ഇനി പോളിംഗ് ബൂത്തിലേക്കില്ലെന്നാണ് ഇവരുടെ തീരുമാനം. ഞാൻ 18 വയസ്സ് തൊട്ട് വോട്ട് ചെയ്യാൻ തുടങ്ങിയ ആളാണ്. എനിക്ക് 52 വയസ്സായി. ഞങ്ങൾ ഒരു വർഷത്തിൽ ഞങ്ങൾ ഇവിടെ മരം മുറിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് സ്ഥലം ഇല്ലാത്തതും കൊണ്ട് ഞങ്ങളെ ഭൂമിക്ക് വേണ്ടിയിട്ട് ഞങ്ങളവിടെ പോയി. എല്ലാവരും ഞങ്ങളെ പോലീസുകാർ വന്ന് അടിച്ചിറക്കി അവിടുന്ന്. എന്നിട്ട് ഞങ്ങൾ ഒരു കൊല്ലം പോലെ ITDPയിൽ പോയി സമരം നിന്നു. ഞങ്ങളെ വീട്ടിൽ നിന്ന് അരി, സാധനം, വിറക് ഒക്കെ കൊണ്ടുപോയി ITDPയിൽ ഞങ്ങൾ സമരം നിന്നു. എന്നിട്ടും ഞങ്ങൾക്ക് അതുകൊണ്ട് ഗുണമൊന്നുമില്ല. ആദിവാസി ക്ഷേമത്തിന് ഓരോ വർഷവും കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ കോടാനുകോടി രൂപകൾ ചെലവഴിക്കുമ്പോഴാണ് ഒരു വീട് വെക്കാൻ സ്ഥലം വേണമെന്ന ഇവരുടെ ന്യായമായ ആവശ്യം വർഷങ്ങളായി പരിഹരിക്കാതെ കിടക്കുന്നത്. ഞങ്ങളും മനുഷ്യരല്ലേ എന്ന ഇവരുടെ ചോദ്യത്തിന് അധികൃതരാണ് മറുപടി പറയേണ്ടത്. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയിലെ സാർ എന്ന പരിപാടിയുടെ ഇന്നത്തെ അധ്യായം പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകളുമായി നാളെ ഇതേ സമയം കാണാം. ഇനി എൻകൗണ്ടറുമായി KR ഗോപികൃഷ്ണനും പ്രേക്ഷകർക്കൊപ്പം. നമസ്കാരം.